നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോഴുള്ള പാത്രങ്ങൾ മുഴുവൻ ചുമന്നുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ട ഒരാവശ്യമില്ല. കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ അതേ റേറ്റിൽ നമുക്ക് ഇവിടെ കിട്ടും. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും റേറ്റ് കുറഞ്ഞ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ഉള്ള പാത്രങ്ങൾ മുഴുവൻ ചുമന്നുകൊണ്ട് കയറി വരണ്ട. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ പാക്കിംഗ് ലിസ്റ്റ് ആണ്. അപ്പൊ ജർമ്മനിയിലേക്ക് കയറി വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഇങ്ങോട്ട് വരുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഓൾമോസ്റ്റ് ഞാൻ കയറി വരാൻ നേരത്തെ ഞാൻ തയ്യാറാക്കിയ ഒരു ലിസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കടയിലൊക്കെ പോയി നോക്കി സാധനങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി റേറ്റ് ഒക്കെ ഏകദേശം നമുക്ക് നിങ്ങളോട് പറയുമ്പോൾ നമുക്ക് വ്യക്തത വരണമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ പൈസയൊക്കെ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇന്ന് എല്ലാം വാരി വലിച്ചൊന്നും പറയുന്നില്ല. ഇവിടെ കൊണ്ടുവരേണ്ട സാധനങ്ങളും ഇവിടെ കിട്ടുന്ന സാധനങ്ങളും അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി എടുക്കുക. കാരണം ഈ റേറ്റിനൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ കൊണ്ടിരുന്നതെന്ന്. അപ്പൊ നമുക്ക് നേരെ എന്താണെങ്കിലും വീഡിയോയിലേക്ക് കടക്കാട്ടോ. നമുക്ക് ആദ്യം എന്തൊക്കെ ഡ്രസ്സുകൾ മേടിക്കണം, ഡ്രസ്സുകളോട് ചേരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറയാട്ടോ. ആദ്യം തന്നെ നിങ്ങൾ മേടിക്കേണ്ടത് ജീൻസ് ആണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ ഒരു 5 ജീൻസ് എങ്കിലും നിങ്ങൾ മിനിമം കൊണ്ടുവന്നിരിക്കണം. കാരണം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് തണുപ്പാണ്, പുറത്ത് എപ്പോൾ ഇറങ്ങണമെങ്കിലും ജീൻസ് വേണം. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഉണങ്ങാനും ചിലപ്പോൾ പാടായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മിനിമം ഒരു 5 ജീൻസ് എങ്കിലും കൊണ്ടുവരണം. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ തൊപ്പി, നമ്മുടെ ചെവി മൂടിയിരിക്കാൻ പാകത്തിനുള്ള ഒരു 2 തൊപ്പിയെങ്കിലും മിനിമം കൊണ്ടുവന്നിരിക്കണം, ചെവി മൂടിയിരിക്കുന്നത് തന്നെ. പിന്നെ മറ്റൊന്നാണ്, മൂന്നാമത്തേതാണ് കയ്യുറ മേടിക്കാന്ന്. അതും നമുക്ക് സ്ക്രീൻ വർക്ക് ആകുന്ന കയറുകൾ തന്നെ നോക്കി മേടിക്കണം. കാരണം നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് തണുപ്പൊക്കെ ആയിരിക്കും, നമ്മൾ പെട്ടെന്ന് നമുക്ക് ഒരാളെ വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ എടുത്ത് കഴിയുമ്പോൾ നോർമൽ കയറുകയാണെങ്കിൽ സ്ക്രീൻ വർക്ക് ആവത്തില്ല. അതുകൊണ്ട് അത് നോക്കി മേടിക്കണം. പിന്നെ മറ്റൊന്നാണ് ജാക്കറ്റ് മേടിക്കുമ്പോൾ കണ്ടമാനം വിലയുടെ അതൊന്നും മേടിക്കണ്ട. കാരണം നമ്മളോട് നാട്ടിൽ നിന്ന് പറയും, ഇവിടെ മീൻസ് ഒരു എടുത്തു പറയാനാണ്, ഡെക്കാത്തോളം പോലെയുള്ള കടകളിൽ നമ്മളോട് എടുത്തു പറയും ഇത് -10 ആണ് അല്ലെങ്കിൽ -5 ആണ്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ തണുപ്പിനുള്ള ഇതാണ് ഏറ്റവും ബെറ്റർ എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ കൊണ്ട് എടുപ്പിക്കും. അനുഭവക്തിയാണ് ഞാൻ ഡെക്കാത്രോണിനെ പറ്റി, ഡെക്കാത്രോണിൽ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങളെ പറ്റിയുള്ള ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം അത് ഇനി നിങ്ങൾ ഡെക്കാത്രോണിൽ പോയി സാധനങ്ങൾ ഇങ്ങോട്ട് കയറി വരാൻ നിൽക്കുന്ന ആൾക്കാരെ മേടിക്കുമ്പോൾ അതുകൂടി നോക്കിയിട്ട് മാത്രം ഡെക്കാത്രോണിൽ പോയി മേടിക്കണം കേട്ടോ. ഞാൻ ആ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ജാക്കറ്റ് പോലെയുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ കണ്ടമാനം വിലയുടേത് മേടിക്കണ്ട. ഇപ്പം ഒരു 7000 രൂപയുടെയാണ് അല്ലെങ്കിൽ 5000 രൂപയുടെയാണ്, ആ സെയിം റേറ്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും നല്ല ജാക്കറ്റ്, അതും ഇവിടുത്തെ കാലാവസ്ഥയുടെ അനുസരിച്ച്. അതുകൊണ്ട് നിങ്ങൾ കണ്ടമാനം വിലയുടേത് നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരേണ്ട ഒരാവശ്യമില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ മറ്റൊന്നാണ് ബൂട്ട് നാട്ടിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. അപ്പം ഇച്ചിരി വിലയായിരിക്കും, പക്ഷെ നല്ലത് തന്നെ മേടിച്ചുകൊണ്ട് വരണം. നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ കിട്ടുന്നതായിരിക്കും ബൂട്ട്. നമുക്ക് നാട്ടിൽ നിന്ന് മേടിച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് മേടിച്ചാൽ മതി. കാരണം നമ്മുടെ കറക്റ്റ് സൈസിനും എല്ലാം നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ കിട്ടും. അപ്പം അത് നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോരും. പിന്നെ അടുത്താണ് ജീൻസ് ഇടാൻ പാകത്തിനുള്ള ടോപ്പുകൾ. നമ്മൾ ടോപ്പ് മേടിച്ച് കഴിയുമ്പോഴത്തേക്കും ഫുൾ കൈ മേടിക്കാനാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. കാരണം തണുപ്പാണ്. പിന്നെ നമുക്ക് വീടിന്റെ അകത്തും പിന്നെ തണുപ്പൊന്നും ഇല്ലാതെ പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നല്ല തണുപ്പൊക്കെ തുടങ്ങി കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ ജാക്കറ്റ് ഇടുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ ഫുൾ കൈയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ചൂട് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ഫുൾ കൈ ഒരു 3-4 കൊണ്ടുവരിക. അല്ലാത്ത ടോപ്പുകൾ കൊണ്ടുവരുന്നതിന്റെ ഒപ്പം തന്നെ ഫുൾ കൈ ആയിട്ടുള്ള ടോപ്പുകളും കൊണ്ടുവരിക. പിന്നെ അടുത്തതെന്ന് പറയുമ്പം നമ്മുടെ ഇന്നർ വെയേഴ്സ്, ഷിമ്മി, ബ്രായ സാധനങ്ങളെല്ലാം കൊണ്ടുവരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ ഞാൻ കടയിൽ പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇച്ചിരി റേറ്റ് കൂടുതലാണ് അതിനൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ മേടിച്ചോണ്ട് പോരുക, ഷിമ്മി ബ്രായും എല്ലാം മേടിച്ചോണ്ട് പോരുക. നമുക്കത് ഇവിടെ വന്നിട്ട് സ്ഥിരം നമ്മളൊരു 4 തവണ യൂസ് ചെയ്യുന്നെങ്കിൽ അത് പോയി കഴിയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം, അടുത്തെടുക്കാം. അപ്പൊ അതുകൊണ്ട് അതൊരു ഇച്ചിരി കൂടുതൽ കൊണ്ടുവന്നാലും ഒരു കുഴപ്പമില്ല. ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ വേണ്ടി നമ്മൾ ചുരിദാറൊക്കെ കൊണ്ടുവരുമല്ലേ, അപ്പൊ അതിനൊക്കെ ഇടാൻ വേണ്ടി ജസ്റ്റ് ഒരു ലെഗിൻസ് കൊണ്ടുവരിക. കാരണം പിന്നെ നമുക്ക് ഇവിടെ കടയിൽ പോയി എന്തെങ്കിലും ടോപ്പൊക്കെ മേടിക്കുമ്പോൾ അതിനും ഇടാലോ. അതൊരു 1-2 ബ്ലാക്കും വൈറ്റ് ഒക്കെ ആയിരിക്കുമല്ലോ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊരു 2 കൊണ്ടുവരിക. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ബെൽറ്റ്. നമ്മളിവിടെ കടയിൽ പോയി കഴിയുമ്പോൾ ജീൻസ് ചിലപ്പം എല്ലാം കറക്റ്റ് സൈസിന് കിട്ടണമെന്ന് ഒരു ഉറപ്പുമില്ല. ഞങ്ങൾ 2 കടയിൽ ഇവിടെ പോയി നോക്കി, എന്റെ അളവിൽ എനിക്ക് ഒന്നും കിട്ടിയില്ല. എന്നെക്കാളും കൂടുതൽ സൈസിനാണ് ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് മേടിക്കാനല്ല, നമ്മൾ വില എന്റെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി പറയാൻ വേണ്ടി ഞാൻ നോക്കാൻ പോയത്. എന്റെ സൈസിലൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ നമുക്കൊരു ബെൽറ്റ് എപ്പോഴും ഒരു അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് കയറി വരുമ്പം ബെൽറ്റ് കൊണ്ടുവരും. നമ്മുടെ അളവിനുള്ള ഒരു നല്ലൊരു ബെൽറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നല്ലൊരു ബെൽറ്റ് കൊണ്ടുവരിക. പിന്നെന്ന് പറയുമ്പം അടുത്തത് ഷൂവും സോക്സും മേടിച്ചുകൊണ്ട് പോരുക. ഞങ്ങൾ കടയിൽ പോയി കഴിഞ്ഞപ്പം നമ്മുടെ ഷൂവിന് ഷൂ
കിട്ടില്ലെന്നല്ല, നമ്മുടെ സൈസിന് കിട്ടണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മുടെ സൈസിന് കിട്ടണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ എല്ലാം ഇച്ചിരി എന്താ ഹൈറ്റും വെയിറ്റും ഒക്കെ ഇച്ചിരി കൂടിയവരല്ല. അതുകൊണ്ട് ഇവിടെ എല്ലാം നമ്മുടെ നാട്ടില് നമ്മുടെ എല്ലാ ആൾക്കാർക്കും ചേരുന്ന പോലത്തെ ആണല്ലോ. പക്ഷെ ഇവിടെ വരുമ്പം ഇവിടെ എല്ലാവർക്കും ഇച്ചിരി പൊക്കം ഹൈറ്റൊക്കെ കൂടുതലാണ്. അപ്പം ഇല്ലെന്നല്ല, കുറവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഇച്ചിരി കമ്പയർ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഇച്ചിരി വില കൂടുതലുമാണ് നമ്മുടെ ഷൂവിന്. അപ്പൊ അതുകൊണ്ട് ഒരു ഷൂ ഞാൻ പോന്നു കഴിഞ്ഞപ്പോൾ 3 ജോഡി ഷൂ കൊണ്ടുവന്നു കേട്ടോ. കാരണം നമ്മൾ സ്ഥിരം ഒരെണ്ണം യൂസ് ചെയ്യുന്നു, 1-2 യൂസ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അത് പോയി കഴിയുമ്പോൾ നമുക്ക് മറ്റേത് യൂസ് ചെയ്യാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു 3 ജോഡി ഷൂ എടുത്തായിരുന്നു. പിന്നെ സോക്സ് എന്ന് പറയുമ്പം എന്താണ്, ഒരു 4 ജോഡി കൊണ്ടുവന്നാൽ മതി. പിന്നെ ഞാൻ ഇവിടെ കടയിൽ പോയി നോക്കി കഴിഞ്ഞപ്പം സോക്സ് ഉണ്ട്, എന്താണ് 3 യൂറോയ്ക്കോ 2.99 4 സോക്സ് ഒക്കെ വെച്ച് കിട്ടുന്നുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു നാട്ടിലെ വെച്ച് നോക്കി കഴിയുമ്പോൾ കുഴപ്പമില്ല. അപ്പൊ അത് മേടിക്കാൻ മറന്നുപോയാലും സാരില്ല, നിങ്ങൾക്ക് അത് ഇവിടെ വന്ന് മേടിക്കാം. തെർമൽസ് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പം ഒരു 1-2 മതി, അതിൽ കൂടുതൽ മേടിക്കേണ്ട. കാരണം നമുക്ക് തെർമൽസ് നാട്ടിലേക്കാളും കുറഞ്ഞൊരു വിലയ്ക്ക് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു 2-3 കർച്ചീഫ് തൂവാല മേടിച്ചോണ്ട് പോരെ. പിന്നെ നമുക്ക് നെയ്റ്റിക്കിടാൻ ഡ്രസ്സ് മേടിച്ചത് നമ്മുടെ ഇഷ്ടം പോലെ ഒരു 4-5 മേടിക്കാം. ഞാൻ 5 ആട്ടോ കൊണ്ടുവന്നു. പിന്നെ അടുത്ത് ഞാൻ കൊണ്ടുവന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, മാസ്ക് കൊണ്ടുവന്നു. മാസ്ക് ഒരു സെറ്റ് കൊണ്ടുവന്നു. കാരണം ഇപ്പോഴും നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ ജർമ്മനിയിൽ കൊറോണ ഇതുവരെ എല്ലായിടത്തൊന്നും മാറിയിട്ടില്ല. ചവിട്ടി അത് ഓപ്ഷൻ, അത് കൊണ്ടുവരുന്ന ഒരു നിർബന്ധമില്ല. കാരണം നമുക്ക് ഇടുന്ന റൂമിൽ കാണും. പിന്നെ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്ത് നമ്മൾ കട്ടിലേക്ക് കയറുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ചവിട്ടി കൊണ്ടുവന്നു. നിർബന്ധമില്ല, അത് കൊണ്ടുവരണം എന്ന് തന്നെ ഒരു ഉറപ്പില്ല. ഓരോരുത്തരുടെ ഇഷ്ടം നമ്മുടെ റൂം എന്തോരം ക്ലീൻ ആയിട്ടിരിക്കണം. പിന്നെ കട്ടിയുള്ള ഒരു സെറ്റർ മീൻസ് നമ്മുടെ റൂമിൽ ഹീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നല്ല തണുപ്പൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇച്ചിരി ചൂട് കിട്ടണമെങ്കിൽ നല്ലൊരു സെറ്റർ കൊണ്ടുവരിക. പിന്നെ അതുപോലെ അത് ഒരെണ്ണമല്ല, നമ്മളിപ്പോ പുറത്തേക്ക് ഇറങ്ങുവാണ്, ഇപ്പൊ നമ്മൾ ജാക്കറ്റ് ഇല്ലാതെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുവാണെങ്കിൽ പോലും നല്ല കട്ടിയുള്ള എന്താണ് സെറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അതൊരു 1-2 നമുക്കത് ഇവിടെ വന്ന് മേടിക്കാം. എന്നുവെച്ചാൽ വലിയ റേറ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് വെയിറ്റ് നിങ്ങൾ നോക്കുക, വെയിറ്റ് നോക്കി സാധനങ്ങൾ മേടിക്കുക തുടക്കത്തിൽ തന്നെ മേടിക്കുമ്പോൾ. പിന്നെ എന്ന് പറയുമ്പോൾ കഴുത്ത് മൂടി ഡ്രസ്സ് മേടിക്കുമ്പോൾ കുറച്ച് ഡ്രസ്സ് കഴുത്ത് മൂടിയിരിക്കുന്നത് വെച്ചാൽ ഇവിടെ വരെ വരുന്ന ബനിയൻസ് ഉണ്ട്. അപ്പൊ അതൊരു 1-2 മേടിച്ചുകൊണ്ട് പോരുക. മറ്റേ നമ്മൾ ടോപ്പൊക്കെ മേടിക്കുന്നതിന്റെ കൂട്ടത്തിൽ അങ്ങനത്തേത് ഫുൾ കൈ നോക്കി കഴുത്തും കൂടെ ഉള്ളത് മേടിക്കാൻ നോക്കുക. പിന്നെ ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സ് നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ക്രിസ്മസോ ഓണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ഡ്രസ്സുകളൊക്കെ ഇടുമല്ലോ. ഇപ്പൊ നമ്മൾ ലേഡീസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് സെറ്റ് സാരി കൊണ്ടുവരും, ആണുങ്ങള് ഷർട്ടും മുണ്ടും കൊണ്ടുവരും. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസിനൊക്കെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇടാൻ പാകത്തിന് നല്ലൊരു ഡ്രസ്സുകൾ കൊണ്ടുവരിക. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ തലവണ കവറ്. അത് ഞാൻ തലവണ കവർ കൊണ്ടുവന്നിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയിരുന്ന ബെഡേൽ നമുക്ക് തലവണ കവർ ഉണ്ട്. നമ്മൾ നാട്ടിലത്തെ തലവണ കവർ ഇവിടുത്തെ ചേരത്തില്ല. മീൻസ് എനിക്ക് കിട്ടിയേക്കുന്നത് ചേരത്തില്ല. അത് നമ്മുടെ ഓരോ വീട് പോലെ ഇരിക്കും. അതുകൊണ്ട് കൊണ്ടുവരികയാണെങ്കിൽ ഒരെണ്ണം എങ്ങാനും കൊണ്ടുവന്നാൽ മതി. കാരണം നമുക്ക് കിട്ടുന്ന വീടും അവിടുത്തെ തലവണയും എങ്ങനെയാണ് നമുക്ക് അറിയത്തില്ല. പിന്നെ ബെഡ്ഷീറ്റും പുതപ്പും കൊണ്ടുവരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ രണ്ടും കൊണ്ടുവന്നില്ല. കാരണം ഞങ്ങൾക്ക് ഇവർ പറഞ്ഞായിരുന്നു ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. ഇനിയിപ്പം ഇത് കഴിഞ്ഞ് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് മാറുമ്പം ആ വീട്ടുകാർ പ്രൊവൈഡ് ചെയ്യുന്നതിനെ നമുക്ക് പുതപ്പും ഇതും വേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ സെമിനാറിനൊക്കെ പോയി കഴിയുമ്പം നമുക്ക് ചിലപ്പോൾ ബെഡ്ഷീറ്റും പുതപ്പും കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ ബെഡ് മാത്രമായിരിക്കും. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് പുതപ്പ് കൊണ്ടുവന്നോ, പക്ഷെ വെയിറ്റ് കൂടും. ഞാൻ എന്തായാലും കൊണ്ടുവന്നില്ല. അത് ഓരോരുത്തരുടെ ഓപ്ഷനാണ്. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ എന്താണ്, ജീൻസിന് ഇടാൻ പറ്റിയ ഷാള്. ചില ലേഡീസ് ഒക്കെ നമ്മൾ ഷാളൊക്കെ ഇട്ടിട്ടായിരിക്കും പുറത്തിറങ്ങുള്ളൂ. അങ്ങനത്തെ ഉള്ള ഒരാൾക്കാരുണ്ടല്ലോ. പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ പരമായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനോട് സംതിങ് ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് അറിയാം. ആദ്യത്തെ തന്നെ എന്ന് പറയുമ്പോൾ ഫയല്. ഒരു 4 ഫയൽ കുറഞ്ഞത് മേടിച്ചു. കാരണം ഇവിടെ വരുമ്പം തൊട്ട് നമുക്ക് ആ ബാങ്കിൽ പോകണം, ഈ ഓഫീസിൽ പോകണം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഓരോന്നും ഓരോ ഫയലിൽ ഇട്ട് വെക്കണം. പിന്നെ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് കാര്യങ്ങൾ വരുവാണ്. നമുക്ക് പൊതുവെ എന്ന് പറയുമ്പോൾ എല്ലാം മെയിലായിരിക്കും, അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ മെയിൽ വരും. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് എല്ലാം ലെറ്റർ ആയിട്ടാണ് വരുന്നത്. പോസ്റ്റ് വഴി എല്ലാം ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ കിട്ടുന്ന ഒരു ലെറ്റർ പോലും നമ്മളെടുത്ത്, നമ്മുടെ നാട്ടിലാണ് നമ്മൾ ലെറ്റർ വായിച്ചു കളഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ എന്ത് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാലും ആ ലെറ്റർ എല്ലാം എടുത്ത് സൂക്ഷിച്ചു വെക്കണം. അപ്പൊ ഇങ്ങനെ ഓരോന്നും ഓരോ ഫയലിൽ ഇട്ട് വെക്കാൻ വേണ്ടി നമ്മൾ നാട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ ഒരു 4 ഫയൽ മേടിച്ചോണ്ട് പോരുക. അത് നമുക്കിപ്പം അപ്പൊ യൂസ് ചെയ്തില്ല, നമുക്ക് പിന്നീട് അത് യൂസ് ചെയ്യും. അതുകൊണ്ട് ഒരു 4 ഫയൽ മേടിച്ചോണ്ട് പോരുക. പിന്നെ ഫയലുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ, ഇവിടെ കടയിൽ കിട്ടും. പക്ഷെ നമ്മൾ തുടക്കത്തിലുള്ള കുറച്ച് കാര്യങ്ങൾക്ക് തുടക്കത്തിൽ നേരിട്ട് പോയി കടയിലൊക്കെ പോകാൻ പേടിയുണ്ട്. ലാംഗ്വേജ് ഒക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് പെട്ടെന്ന് കടയിൽ പോകുമ്പോൾ ആടെ ഒരു ടെൻഷൻ അടിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു 4 ഫയല് മേടിച്ചുകൊണ്ട് പോരുക. പിന്നെ പൗച്ച്, നമുക്ക് പെൻസിലും പേനയൊക്കെ ഇട്ട് വെക്കാൻ ഒരു പൗച്ച് മേടിക്കും. ഒന്നിൽ കൂടുതലൊന്നും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൗച്ച് ഇതൊക്കെ ഇവിടെ കിട്ടുന്നതാണ്. പിന്നെ പേനയും പെൻസിലും
അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക. പിന്നെ എന്താ സ്കെയില്, പിന്നെ കൊട. കൊട ഭയങ്കര അത്യാവശ്യമാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൊട മേടിക്കുക. കാരണം നമ്മൾ എപ്പോഴാണ് പുറത്തിറങ്ങുമ്പോൾ മഴ പെയ്യണം, നിന്ന നിപ്പിന് വേണേൽ മഴ പെയ്യും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഒരു കൊട വേണം. അതുകൊണ്ട് നിങ്ങൾ കൊട ഉറപ്പായിട്ടും എടുക്കണം, മറക്കരുത് കയറി വരുമ്പം. പിന്നെ കത്രിക, പിന്നെ ഒരു 2 ബുക്ക്. അതിന്റെ മേളിലേക്ക് വേണ്ട, കാരണം ബുക്കൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് മേടിക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതുകയൊക്കെ ചെയ്യണമെങ്കിൽ, തുടക്കത്തിൽ തന്നെ എഴുതണമെങ്കിൽ നമുക്കൊരു 2 ബുക്ക്, 1-2 ബുക്ക്. അതിന്റെ മേളിൽ ബുക്കൊന്നും മേടിച്ചോണ്ട് വരണ്ട. പിന്നെ കളർ പെൻസിൽ മേടിക്കുക, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ സ്കൂൾ ബാഗ്, ഒരു ചെറിയതും ഒരു വലുതും മേടിക്കുക. എന്ന് വെച്ചാൽ സ്കൂളിൽ നമ്മളിപ്പോൾ ഹൗസ് ബിൽഡിങ്ങിനൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ബുക്കും പുസ്തകങ്ങളൊക്കെ വരുമ്പോൾ കുറേ ഉണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിൽ സ്കൂളിൽ പോകുന്ന പോലെ തന്നെ ഒരു ബാഗും പിന്നെ ഒരു ചെറിയൊരു ബാഗും മേടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ ജസ്റ്റ് കടയിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനും, ഇല്ലെങ്കിൽ നമ്മൾ ട്രിപ്പൊക്കെ പോകാൻ യൂസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ബാഗ് നമ്മൾ തോളത്തെടുത്തല്ലേ ലേഡീസ്, അപ്പൊ അതുപോലത്തെ ഒരു ചെറിയ ബാഗും, അതിപ്പം ചെറിയൊരു ബാഗ് മേടിക്കുക. അപ്പൊ അങ്ങനത്തെ 2 ബാഗ്. പിന്നെ ഒരു പേഴ്സും, ചെറിയൊരു പേഴ്സ് മേടിക്കുക. നമ്മൾ ക്യാഷ് ഒക്കെ ഇട്ട് നമ്മുടെ കാർഡൊക്കെ ഇപ്പം സേഫ് ആയിട്ട് വെച്ചോണ്ട് പോകാൻ പാകത്തിന് ഒരു കുഞ്ഞു പേഴ്സും കൂടെ മേടിക്കാം. പിന്നെ എന്താണ്, പശ, വൈറ്റ്നർ, ഇത് രണ്ടും നമ്മൾ മേടിച്ചോണ്ട് പോരുക. ഇതൊക്കെ നമുക്ക് നമ്മൾ വിദ്യാർത്ഥിനികളല്ലേ, നമുക്ക് എപ്പോഴാണ് യൂസ് ചെയ്യണ്ടേ, എന്തെങ്കിലും എഴുതുമ്പം തെറ്റിപ്പോയ മായ്ക്കാനും ഒക്കെ നമുക്ക് വൈറ്റ്നർ. അപ്പം അത് രണ്ടും മേടിക്കുക. പിന്നെ സെലോ ടേപ്പ്, പിന്നെ മാർക്കർ ഞാൻ മേടിച്ചു വന്ന ബ്ലാക്ക് ആണ്. അതിന് ഒന്നിലും കൂടുതൽ നമുക്ക് ആവശ്യം വരുമെന്ന് പോലും നമുക്ക് അറിയില്ല. പിന്നെ അതൊക്കെ കടയിൽ കിട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ മെയിൻ ആയിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ സർട്ടിഫിക്കറ്റുകളെല്ലാം എടുക്കണം. ഈ സർട്ടിഫിക്കറ്റുകളുടെ ഒക്കെ കോപ്പി ഒരു 3-4 കോപ്പി നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ടും. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുന്നതിന്റെ ഒപ്പം നിങ്ങൾ ഒരു കളർ കോപ്പി ഒരു 2 എടുത്തു വെച്ചോട്ടോ. എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഒരു കളർ കോപ്പി ഒരു 2, അതിന് മേളിലേക്കൊന്നും വേണ്ട. നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ എവിടെയെങ്കിലും നമ്മൾ ഓഫീസിൽ എവിടെയെങ്കിലും കൊടുത്തിട്ട് പോരേണ്ട വല്ല അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആ കളർ കോപ്പി ഉള്ളത് ഇപ്പോഴും നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് കളർ കോപ്പി ഒരു 2, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു 3-4 എല്ലാത്തിനും എടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ കൊണ്ടുവരണം. അതൊരു 5-6, അതിൽ ഒരു 7, ഒരെണ്ണം കൂടിയ പോലും സാരമില്ല. നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിർബന്ധമായിട്ടും കൊണ്ടുവരണം കേട്ടോ. നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. എന്നൊക്കെ ഭയങ്കര അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഫോട്ടോയൊക്കെ. പിന്നെ എന്താണ്, പിന്നെ ഇത്തരം കാര്യങ്ങളാണ് എല്ലാം. പിന്നെ നമുക്ക് വരുമ്പം നമുക്ക് കിട്ടിയ കോൺട്രാക്റ്റും അതിന്റെ എല്ലാം കോപ്പികൾ തന്നെ എടുത്തുകൊണ്ട് പോരുക. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വിദ്യാഭ്യാസപരമായിട്ട്.